ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാണ് റിയു ഹോട്ടൽ. റിയുവിൻ്റെ ഇവിടെയുള്ള ചിക്ക പാലസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്, 5 സ്റ്റാർ ഹോട്ടലാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസിന് പോവാണ്. ലോബി, ഇതാ മെയിൻ ലോബി. ഇവിടെ ആക്ച്വലി ഭയങ്കര വിശാലമായ ലോബിയാണ്. ഇവിടെ കുറേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ ഈ സീറ്റ്സ് ഉണ്ട്. നോർമലി ഇത്രയും വലിയ ലോബി ഒത്തിരി സീറ്റിംഗ് ഒന്നുമുള്ള എങ്ങുമില്ല. ഈ ലോബിയിൽ നിന്ന് നേരെ നമ്മളിങ്ങോട്ട് വന്നാൽ ഇങ്ങനെ ഇവിടെ 2E-കാരുടെ 2 ഡെസ്ക് ഉണ്ട്. ആക്ച്വലി ഇത് മോർണിംഗ് 8 തൊട്ട് വൈകുന്നേരം 5 മണി വരെ കണ്ടു കേട്ടോ. എന്താവശ്യം വരും. ഈ ലോബി ഭയങ്കര ലോബിയാണ്. ഇതുപോലെ ലോബി ഞാൻ പല ഹോട്ടലിൽ പോയിട്ടും കണ്ടിട്ടില്ല. വലിയ സീറ്റിംഗ് കപ്പാസിറ്റിയാണ്, ഒത്തിരി സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇതാണ് അവരുടെ പൂള്. ഇത് ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും ആദ്യത്തെ പൂള് ബിഗ് ഡീപ്പ് പൂള്, രണ്ടാമത്തെ ഡീപ്പ് പൂള്. അത് പക്ഷേ ഹീറ്റഡ് പൂളാണ്, നല്ല ഹോട്ട് വാട്ടറാണ്. പിന്നെ താഴത്തെ പൂള് കുറച്ചുകൂടെ ചെറുത്, പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ ചെറുത്, അങ്ങനെയാണ്. ഏറ്റവും ലാസ്റ്റ് പിള്ളേർക്കൊക്കെ വെള്ളത്തിൽ കൂടെ നടക്കാൻ പറ്റുന്ന പൂളാണ്. അതങ്ങ് അറ്റത്താണ് ഇതല്ലോ. പിന്നെ അത് കഴിഞ്ഞാൽ അവരുടെ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകേണ്ട ബീച്ച് അങ്ങ്. അതിപ്പോൾ പിന്നെ ഓരോ ലെയർ കണ്ടോ, ഓരോ ലെയറിൽ ഇങ്ങനെ ഓരോരോ ബീച്ചിൻ്റെ സൈസ് കപ്പാസിറ്റിയാണ്. ഇത് ഭയങ്കര ഡീപ്പ് പൂൾ. അത് ഈ കാണുന്നത് ഏറ്റവും അധികമാണ് ഡീപ്പ്. അത് പക്ഷേ കോൾഡ് വാട്ടറാണ്, സമ്മറിന് കൊള്ളാം. ഇപ്പം ഞാൻ ഇറങ്ങുകയാണ് രണ്ടാമത്തെ പൂൾ ഇറങ്ങത്തുള്ളൂ, കാരണം അതേ ഉള്ളൊരു ഹോട്ട് വാട്ടറിൻ്റെ. ഇപ്പോൾ ഒരു ചെറിയ സീസൺ, ഒരു 20 ഡിഗ്രി ഒക്കെ ഉള്ളു ഇവിടുത്തെ ഇത് എന്താ പറഞ്ഞ ഈ ചൂട്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ലോബിയുടെ അടുത്തൊരു എക്സ്റ്റൻഷനിലോട്ട് പോകാം. അടുത്തൊരു എക്സ്റ്റൻഷനിൽ പോകാം. അതിങ്ങനെ പോയിട്ട് അതിവിടെ ഇങ്ങനെ വന്ന് കുറേ ആർട്ട് വർക്ക് കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അത് ഈ ലോബിയിലൊരു ബാറുണ്ട്. ഇതാണ് ലോബിയിലെ ബാറ്. 2 ബാറുണ്ട്, ഒന്ന് അവിടെ ഒന്ന് ഇവിടെ. ഇവിടെയും കുറേ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇങ്ങനെ അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ, റിസോർട്ടിൻ്റെ ഒരു ഔട്ട്സൈഡ് ലുക്ക്, അതായത് ബീച്ച് സൈഡ് ലുക്കാണ് ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ബീച്ച്. ഇത് ഇപ്പോൾ ബേസിക്കലി ഈ മൊറോക്കോയുടെ വിൻ്റർ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടില്ല, ഈ ബീച്ച് മുഴുവൻ കാലിയാണ്, ഇത്തിരി ആൾക്കാരൊന്നും ഇല്ല ഇവിടെ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തിരക്കുള്ള സ്ഥലമാണിത്. എന്നാലിപ്പോൾ അത്രയ്ക്ക് തിരക്കില്ല കണ്ടോ. ഇതാണ് ബീച്ച് സൈഡ്. ഇവിടുന്ന് പുറത്തോട്ട് വരുന്നു, നേരെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. ഇവർ ഇവിടെ ഗേറ്റിൽ നമ്മളെ ഇറക്കി ഇങ്ങോട്ട് വിടും. എന്നിട്ട് അങ്ങോട്ട് കാണിക്കണമെങ്കിൽ നമ്മുടെ റിസ്റ്റ് ബാൻഡ് കാണിക്കണം, എന്നാലേ അവരെ അങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു ഇത്. നല്ല വെയിലാണ് ഇന്ന്, പക്ഷേ ഒരു 21 ഡിഗ്രി ചൂടുണ്ട്, പക്ഷെ അത്രയ്ക്കും വലിയ ചൂടില്ല. ഇതിലിങ്ങനെ ആൾക്കാരെല്ലാം ഇങ്ങനെ നടക്കാൻ പോകുന്നു, ഓടാൻ പോകുന്നു, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ ഇത്. അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പുറത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങാം. ഇവിടെ ഒത്തിരി ഈ സ്ട്രീറ്റ് ഡോഗ്സ് ആണ് കേട്ടോ, ഒത്തിരി പട്ടികളുണ്ട് ഇവിടെ എല്ലാം. കുഴപ്പമൊന്നുമില്ല, കടിക്കത്തൊന്നുമില്ല. അത് ഓരോരുത്തരെ ആയിരിക്കും മേ ബി.
ഇവിടെ ഈ പുറത്തൊക്കെ ഓരോ ആൾക്കാർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് ഇങ്ങനെ ഒട്ടകവും കൊച്ചു പിള്ളേരെയൊക്കെ വെച്ചുകൊണ്ട് ഒക്കെ പോകാൻ വേണ്ടി ഒട്ടകമുണ്ട്, പിന്നെ കുതിരയുണ്ട്. ഉണ്ടോ കുതിര നിൽക്കുന്നു, നല്ല. ഇത് ഒരിക്കലും ഒരു നഷ്ടമില്ല കേട്ടോ. നമ്മളൊരു പാക്കേജ് ഹോട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമില്ല. ശരിക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്തിട്ട് പോകാം. എല്ലാവിധ ആക്ടിവിറ്റീസും ഇഷ്ടംപോലെ, സ്വിമ്മിംഗ് പൂളും എല്ലാം ഉണ്ട്. ഇങ്ങനെ കിടക്കും. ഇതിങ്ങനെ നടക്കാർക്കെല്ലാം ഓടാനും എടുക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു വഴിയായിരുന്നു. എല്ലാവരും രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യും. ഇത് ആക്ച്വലി ഇത് വലിയ പാറ, പക്ഷെ നമുക്കിത് കാണുമ്പോൾ കണ്ടോ മണൽ പോലെ ഇരിക്കും. ഇത് മണൽ പോലെ ഇരിക്കുന്നത്, പക്ഷേ ഇത് ശരിക്കും വലിയ പാറയാട്ടോ. ഒരു ഭയങ്കര ഫേമസ് ആയത് കണ്ടാ. അപ്പോൾ ഞാനിത് അതൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നുണ്ടോ, ഇത് കണ്ടോ ഒരു ഹോള് കണ്ടോ, ഈ കടൽ ഇടുക്കിൻ്റെ അകത്തൊരു ഹോളുണ്ടോ. Wow, that's nice. Oh my god, അത് കണ്ടോ. That was nice. Yeah. ഒന്നുകൂടെ എടുക്കട്ടെ. Slippery. Yes. Careful. Wow. It's a very beautiful place ആട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് റോക്ക് പോലെ തോന്നും, പക്ഷേ ഇത് മണ്ണാണോ റോക്കാണോ എന്ന് അറിയാൻ പറ്റില്ല. അതുപോലത്തെ ഒരു സംഭവം, മണ്ണ് റോക്കായി മാറിയ പോലെ ഇത് കണ്ടിട്ട്. അങ്ങനെ നമ്മളിവിടെ മൊറോക്കോയിൽ ഹാമർ റൈഡിങ്ങിന് വന്നതാണ്. കാമർ റൈഡിങ് ഇങ്ങനെ പോവാണ്. ഞാനതിന് കയറുന്നില്ല. എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഒരു ബസ്സിനാണ് വന്നത്, അവരെല്ലാത്തിനും തന്നെ പോവാം. നമ്മൾ പോകുന്നതിനുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയാണ്. ഞാൻ വന്നിരിക്കുന്നുണ്ട് അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. അകത്തേക്ക് കയറി ഇതുവഴി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിപ്പോൾ കാണിക്കാം കേട്ടോ. ഇവർ നമ്മളെ ആ ബസ്സെ കൊണ്ടുവന്ന് ആ വാനെ കൊണ്ടുവന്നിട്ട് നമ്മളെ ഇങ്ങനെ ഇതിൽ കൂടെ കറങ്ങാനാണ്. ഭയങ്കര കാറ്റാണ്. കടലാണ് കാണുന്നത് കേട്ടോ. ആ കാണുന്ന കടലാണ്. കടലിൻ്റെ സൈഡിൽ കൂടെ ഇത് മരുഭൂമിയാണെന്ന് പറയുന്നത്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് വലിയ മരുഭൂമിയാണെന്ന്. എനിവേ നോക്കാം. 40 പൗണ്ട് പെർ പേഴ്സൺ. ഇതിനകത്ത് ഇവിടുത്തെ കയറ്റി കമല കയറും, ഇവിടുത്തെ കയറും. അത് കഴിഞ്ഞ് ഫുഡുണ്ട്. ഇവിടെ എന്ത് ബാർബിക്യൂ പരിപാടി കണ്ടുണ്ട്. അപ്പം അത് കാണിക്കാൻ കുറച്ച് മാറ്റി കഴിഞ്ഞിട്ട് അവരത് റെഡി ആക്കിക്കൊണ്ടിരിക്കുക നമ്മളെ കൊണ്ടുപോകാൻ. മരുഭൂമിയുടെ സൈഡ്
വന്ന് നേരെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ബാർബിക്യൂ പരിപാടിയാണ്. ഇവിടെ ബാർബിക്യൂ നൈറ്റാണ്. എന്നിട്ട് ഇപ്പോൾ അവിടെ നിന്ന് നമ്മളിത് വന്നിട്ട് അവരിങ്ങനെ നമ്മളെ ഇങ്ങോട്ട് കഴിപ്പിക്കാൻ പോവാണ്. എന്നിട്ട് ഇവിടെയാണ് ബാർബിക്യൂ പരിപാടി. ഇവിടെ ഇതൊക്കെ വെച്ച് ഇത് അറബി ഇവരുടെ ബാർബിക്യൂ നൈറ്റ് ഉണ്ടാകുന്ന പരിപാടി കേട്ടോ.